കോഴിക്കോട് പേരാമ്പ്രയിൽ മത്സരോട്ടത്തിനിടെ ബസ് കയറി സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. പേരാമ്പ്ര സ്വദേശി ആദം ഷാഫിയുടെ ലൈസൻസ് 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. മിഥില ബാലൻ ചേരുന്നു വിശദാംശങ്ങളുമായി. മിഥില, ഇന്ന് വലിയ പ്രതിഷേധമുയർന്നതാണ് ഈ സംഭവത്തിൽ. ഇപ്പോൾ പ്രാഥമിക നടപടി മാത്രമാവുമല്ലോ ഇത്, തുടർ നടപടികൾ ഉണ്ടാവുമല്ലോ? തീർച്ചയായും നിലവിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 6 മാസത്തേക്കാണ് ഈ ഡ്രൈവർ ആദം ഷാഫിയുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളത്. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പിന്റെ നിർബന്ധിത പരിശീലനത്തിന് പങ്കെടുക്കാനുള്ള ഒരു നിർദ്ദേശവുമുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ മത്സരയോട്ടം എന്നത് ദിവസങ്ങളോളം ഉള്ള ഒരു പരാതിയായിരുന്നു. ഈ റൂട്ടിലെ ഈ ഒരു മത്സരയോട്ടം എന്നത് എല്ലാ ദിവസവും ഈ റൂട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇന്നലെ അപകടമുണ്ടായി ഒരു വിദ്യാർത്ഥി മരിച്ചത്. ഇന്ന് നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഒരു പ്രതിഷേധമായിരുന്നു ഇന്ന് പേരാമ്പ്രയിൽ കണ്ടത്. യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, DYFI, AIYF, SFI അങ്ങനെ എല്ലാ സംഘടനകളും ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധം നടത്തിയ ഒരു കാഴ്ചയാണ് പേരാമ്പ്രയിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അതിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള ആദ്യ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം എന്നത് ഈ ഒരു ഡ്രൈവർ പേരാമ്പ്ര പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പേരാമ്പ്ര പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് ഈ ബസ്സിൽ ജീവനക്കാരെ പോലീസുകാർ സംരക്ഷിക്കുന്നു എന്നതായിരുന്നു. അതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ഒരു സംഘർഷത്തിനിടെ പോലീസിനു നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. എന്തുതന്നെയായാലും ഈ പ്രതിഷേധം ഇന്നിവിടെ അവസാനിക്കുന്നില്ല. നാളെ രാവിലെ 7 മണിക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും പേരാമ്പ്രയിൽ വാഹനങ്ങൾ തടയും എന്നറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 10 മണിക്ക് BJPയുടെ പ്രതിഷേധവും പേരാമ്പ്രയിലുണ്ട്. ഗോകുൽ. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.